പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ JJ Gold and Diamonds, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ. തെക്കുംകര പഞ്ചായത്തിലെ മങ്കര മാവിൻചുവട് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ നൽകിയ റിപ്പോർട്ട് വ്യാജമെന്ന് പരാതി. ടാറിംഗ് പൂർത്തിയാക്കാത്ത റോഡ് നിർമ്മാണം കഴിഞ്ഞതായി കാണിച്ച് പഞ്ചായത്ത് സെക്രട്ടറി മറുപടി നൽകിയെന്നാണ് ആക്ഷേപം. ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കാതെയാണ് തെറ്റായ റിപ്പോർട്ട് നൽകിയതെന്ന് ചൂണ്ടിക്കാട്ടി കേരള കോൺഗ്രസ് തെക്കുംകര മണ്ഡലം സെക്രട്ടറി രംഗത്തെത്തി. തെക്കുംകര പഞ്ചായത്തിലെ മങ്കര മാവിൻചുവട് റോഡ് ടാർ ചെയ്തു എന്ന രീതിയിൽ പഞ്ചായത്ത് അധികൃതർ നൽകിയ റിപ്പോർട്ടാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. റോഡിൽ GSB അടിച്ച് ടാറിംഗ് പൂർത്തിയാക്കി എന്നാണ് സെക്രട്ടറി വിവരാവകാശം നൽകിയ പരാതിക്കാരൻ നൽകിയ ഔദ്യോഗിക മറുപടിയിൽ പറയുന്നത്. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും റോഡിൽ ടാറിംഗ് നടന്നിട്ടില്ല എന്നും പണി അപൂർണമാണെന്നും നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. കേരള കോൺഗ്രസ് തെക്കുംകര മണ്ഡലം സെക്രട്ടറി KD സാബു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 1.5 മാസത്തിന് ശേഷമാണ് പഞ്ചായത്ത് സെക്രട്ടറി മറുപടി നൽകിയത്. വാർഡ് ക്ലർക്ക് സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകി എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥർ ആരും സ്ഥലം സന്ദർശിച്ചിട്ടില്ല എന്നും തെറ്റായ വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളതെന്നും KD സാബു ആരോപിച്ചു. ഈ റോട്ടിൽ ഒരു മാസം മുന്നേ ബൈക്കും കൊണ്ടുപോകുമ്പോൾ ഈ റോഡിൻ്റെ ഗർത്തത്തിൽ വീണിട്ട് എൻ്റെ കാലിന് മുട്ടിന് പരിക്ക് പറ്റി. ഇത് സംബന്ധമായി തെക്കുംകര പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു, പരാതി. അതിനെനിക്ക് ഈ മാസം 7-ാം തീയതിയാണ് അപേക്ഷയുടെ മറുപടി തരാമെന്ന് പറഞ്ഞ് ആ 7-ാം തീയതി പോയിട്ട് ഇന്നലെയാണ് എനിക്ക് മറുപടി തന്നത്. ആ മറുപടി തെറ്റായൊരു മറുപടിയാണ് തന്നത്. കാരണം പഞ്ചായത്ത് സെക്രട്ടറിക്ക് വാർഡ് ക്ലർക്ക് കൊടുത്ത നിർദ്ദേശപ്രകാരമാണ് ഇത് എനിക്ക് ഈ രേഖാമൂലം തന്നിട്ടുള്ളത്. ഈ തെറ്റായ നടപടി എന്ന് പറയുന്നത് മാവിൻചുവട് റോഡിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഈ റോഡ് ടാറ് ചെയ്തു, GSB അടിച്ച് ടാറ് ചെയ്തു എന്നാണ് റിപ്പോർട്ടിൽ തന്നേക്കണത്. മാവിൻചുവട് റോഡ് ആണ് ഈ കാണുന്നത്. ഈ റോഡിൽ ടാറിങ്ങും ചെയ്തിട്ടില്ല, GSB അടിച്ച് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. തെറ്റായൊരു നടപടിയാണ് തെക്കുംകര പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഗത്തുണ്ടായിരുന്നത്. ഇതിൽ ഉന്നതാധികാരികളുടെ അന്വേഷണവും ഉണ്ടാകണം. ഇത് ഫണ്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് വ്യക്തമാക്കണം. ഇതിനെ കമ്മീഷൻ അന്വേഷിക്കണം. ഈ പഞ്ചായത്തിൽ നിന്ന് ഈ 1-ാം വാർഡിൽ ഈ റോഡ് ടാറ് ചെയ്തു എന്ന് പറഞ്ഞ് ചെയ്യാത്ത ടാറിങ് റോഡിനാണ് ചെയ്തു പറഞ്ഞ് രേഖ തന്നിട്ടുള്ളത്. തീർച്ചയായും കമ്മീഷനും അതുപോലെ വിജിലൻസും അന്വേഷിക്കണം. മോശം റോഡ് കാരണം ഇതേ പാതയിൽ ബൈക്കിൽ നിന്ന് വീണ് KD സാബുവിന് പരിക്കേറ്റിരുന്നു.